അപ്പൊ ഏതായിരുന്നാലും ശരി, കാര്യങ്ങൾ ക്ലിയറായി. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്, അത് റബ്ബിനോട് ചോദിക്കാവൂ. അത് അല്ലാത്തോട് ചോദിച്ചാൽ ഖാലിഖാന്ന് വിശ്വസിച്ചാലും ശരി, മഖ്ലൂഖാന്ന് വിശ്വസിച്ചാലും ശരി, ഇലാഹാന്ന് വിശ്വസിച്ചാലും ശരി, ഇലാഹ അല്ലാന്ന് വിശ്വസിച്ചാലും ശരി, അത് ശിർക്ക് തന്നെയാണ്. അത് നിങ്ങൾ ചൊല്ലുന്നു ഖുത്ബിയത്തിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു നാരിയാ സ്വലാത്തിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു റാത്തീബിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു മാലപ്പാട്ടിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു ജിന്നിനോട്, അത് നിങ്ങൾ ചോദിക്കുന്നു മലക്കിനോട്, അത് നിങ്ങൾ ചോദിക്കുന്നു ജാറങ്ങളിൽ പോയിട്ട്. മാത്രവുമല്ല, അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കുമെന്ന് മടവൂർ CM വലിയുള്ളാഹിയുടെ സ്മരണിക എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തില് സുന്നികൾ തന്നെ എഴുതി വിടുന്നു. അപ്പോൾ ഇവിടെ റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് ഈ പറയപ്പെട്ടവയിലൂടെ അല്ലാത്തവയിലൂടെ പടപ്പുകൾക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു. ജാറങ്ങളിൽ പോയി തേടുന്നു. ആരാണെന്നറിയാത്ത, മയ്യത്തുണ്ടോ എന്നറിയാത്ത, മുസ്ലിമാണോ എന്നറിയാത്ത, മുഅ്മിനാണോ എന്നറിയാത്ത ജാറങ്ങളിൽ പോലും പോയിട്ട് പ്രാർത്ഥിക്കാൻ ഈ സമുദായത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഇസ്തിഗാസ ശിർക്ക് തന്നെയാണ്. ആ ഇസ്തിഗാസ ലോകത്തൊരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഇമാം റാസി പഠിപ്പിച്ചിട്ടില്ല, നബവി ഇമാം പഠിപ്പിച്ചിട്ടില്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ ഒരാളും തന്നെ ഈ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടില്ല. അവരൊക്കെ പഠിപ്പിച്ചത് നേരെ തിരിച്ചാണ്. ബഹുമാനപ്പെട്ട ഒരുപാട് ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ഇമാം നബവി പഠിപ്പിച്ചു. ഒരുപാട് ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അവരുടെ കൊട്ടക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അവർ മുശ്രിക്കുകളാണോ? ഇമാം നബവി ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. വയതവസ്സലു ബിഹി വയതശഫഉ ബിഹി യാ ഖൈറ മൻ ദുഫിനത് എന്തുപോലുള്ള വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച അവർ മുശ്രിക്കുകളാണോ? അടുത്ത ചോദ്യം. ഒരൊറ്റ ഇമാമും ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരാരും മുശ്രിക്കീങ്ങളല്ല. അഞ്ചാമത്തെ ചോദ്യത്തിന് അഞ്ചാമത്തെ മറുപടി. ലോകത്ത് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ ഒരൊറ്റ ഇമാമ് പോലും പഠിപ്പിച്ച അവര് വായിച്ചെന്താ? വയതവസ്സലു ബിഹി. ഇതാ കൂട്ട ഇസ്തിഗാസ, ഇതാ ഇസ്തിഗാസ. ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചു. വയതവസ്സലു ബിഹി. അത് തവസ്സുലല്ലേ കൂട്ടരെ? നിങ്ങൾക്ക് എന്ത് തവസ്സുല്? നിങ്ങൾക്ക് എന്ത് തശഫുഉ? നിങ്ങൾക്ക് എന്ത് ഇസ്തിഗാസ? തവസ്സുലും തശഫുഉം പഠിയണോ? ഇത് വായിച്ചാൽ മതി. ശിഫാഉ സഖാം, നിങ്ങളെ ഹോജയായ സുബിക്ക് ശിഫാഉ സഖാമിന് എന്താ പറഞ്ഞത്? തവസ്സുലും തശഫുഉം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വസ്ഥമായി ഇത് വായിച്ചു നോക്കുക. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ഒരമ്പണ മുമ്പ് ഒന്ന് ആലോചിക്കുന്നല്ല. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കം നൽകി. ലൗ അൻഫഖത നബിയെ അങ്ങ് ചെലവാക്കുകയാണെങ്കിൽ, മാ ഫിൽ അർദി ജമീഅ ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കുകയാണെങ്കിൽ, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കാൻ നബിയെ അങ്ങേക്ക് കഴിയൂല. അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്ത സഹായം അള്ളാഹ് തന്നെ ചെയ്തതാണ്. നബിയെ അങ്ങ് അവരുടെ ഇടയിൽ തഅലീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്കത് നടത്താൻ കഴിയില്ല. അപ്പൊ നബിക്ക് കഴിയാത്തതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? നബിക്ക് കഴിയാത്ത അള്ളാഹ് ചെയ്തു തന്നോ? അതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? ഇതിനാണോ നിങ്ങൾ സാധാരണ മാർഗം, ഭൗതിക മാർഗം എന്നുള്ള? ഭൗതിക മാർഗം എന്നുള്ളത് ഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ മനുഷ്യരോട് ചോദിക്കാം. അഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ്. റാസിയിൽ പറഞ്ഞ ഇബാറത്ത് ഒന്ന് വായിച്ചു വരേണ്ടതായിരുന്നോ? റാസിയിൽ പറഞ്ഞ ഇബാറത്തിനെ സംബന്ധിച്ച് ഒരാൾക്കും മനസ്സിലായിട്ടില്ല ആ കൂട്ടത്തിലല്ലേ? അതല്ല രസം. അതിങ്ങനെ ഉദ്ധരിക്കാണ്. ആദ്യം മറ്റേ വലിയ മൂപ്പർ എഴുതി വിട്ടു, പിന്നെ മറ്റുള്ളവർ ഉദ്ധരിച്ചു. ഏതായാലും ഇപ്പൊ ഞങ്ങള് വന്നിട്ട് ഇതാ അവസ്ഥ. ഇനിയിപ്പോ സക്കറിയ സ്വലാഹി ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഞങ്ങൾ 6 വന്ന് 5 ബാക്കിയിരിക്കുക. 6 5 ബാക്കിയാ. ഞങ്ങളെ ജാമിഅ അൽ ഹിന്ദിലെ കുട്ടികളെ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ തോന്നാ ഓലെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഓലിപ്പൊ എന്നെ ചീത്തറിയാ, എന്തിനാ നിങ്ങള് പോകുന്നത്? ഞങ്ങളെ വിട്ടാ പോരായിരുന്നു എന്നിട്ട്. പിന്നെ മൂപ്പരിപ്പ് ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയവുമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ഖൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്.
നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കറിയ സ്വലാഹി ആവശ്യം വന്നില്ല, സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്ന ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല, നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി. നിങ്ങൾ പഠിച്ച കോളേജിലെ നന്ദി അതിന് അത്രല്ലേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, SKSF വിട്ടൽ യൂണിറ്റും ജമിയത്ത് അഹ്ലെ ഹദീസ് സെന്റർ മാംഗ്ലൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയും 12/6/2013 ചേർന്ന സംവാദ വ്യവസ്ഥയിൽ ഇന്ന് ഇതുപോലൊരു സംവാദം നടത്താൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക മുസ്ലിങ്ങൾ വിശ്വസിച്ച് ആചരിച്ച് വരുന്ന ചില കാര്യങ്ങളിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിലും മറ്റുമൊക്കെ ഉള്ള മുസ്ലിം സമുദായത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സംവാദങ്ങളിലൂടെ ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താനും, പരസ്പരമുള്ള അതല്ലെങ്കിൽ ചേരിതിരിഞ്ഞുള്ള ഈ ദുരാരോപണങ്ങളും അതുപോലെ തന്നെ ശിർക്ക് കുഫർ ആരോപണങ്ങളുമൊക്കെ പരമാവധി അവസാനിപ്പിക്കാനും ഒക്കെ സഹായകമാകും ഇതുപോലെയുള്ള സംവാദങ്ങൾ എന്ന വിശ്വാസത്തിലാണ് ഈ പ്രദേശത്തെ നല്ലവരായ സുന്നി പ്രവർത്തകരും അതുപോലെ തന്നെ അഹ്ലെ ഹദീസിന്റെ പ്രവർത്തകരും ഇങ്ങനെ ഒരു സംവാദം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയായി, തെളിവുകളും മറ്റുമൊക്കെയായി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ നല്ല രൂപത്തിൽ ഒരു സംഘട്ടനമല്ല, ഇതൊരു സംവാദമാണ് എന്ന് ഇരു വിഭാഗത്തിലെ പ്രവർത്തകരും കൃത്യമായി മനസ്സിലാക്കണം. നമുക്കിടയിലുള്ള ഈ തെറ്റിദ്ധാരണകൾ അകറ്റുന്നത് രൂപത്തിലുള്ള ചർച്ചകളായിരിക്കും ഇവിടെ നടക്കുക. ഇരു വിഭാഗത്തിൻ്റെയും പരിപൂർണമായ സഹകരണ സഹായങ്ങൾ മധ്യസ്ഥന്മാർ എന്ന നിലക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇരുഭാഗത്തും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു 10 വ്യവസ്ഥകൾ നമ്മളന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരിക്കും നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോവുക. ഏകദേശം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സമയത്തേക്കാൾ 1 മണിക്കൂർ വൈകിയാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആമുഖങ്ങളൊക്കെ ഒഴിവാക്കി വ്യവസ്ഥയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മധ്യസ്ഥനായ അമീർ ഒതുക്കുങ്ങലിന്റെ കൂടി നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ അണിയണിയിട്ട് നിന്നിരിക്കുന്നു. ഇതിൽ 10 വാദങ്ങളിൽ ഒന്നാമത് വാദങ്ങൾ, പിന്നെ പ്രമാണങ്ങൾ, അങ്ങനെ 10 കാര്യങ്ങളാണ് ഇതിലെ വ്യവസ്ഥകളുള്ളത്. അതിലെ വാദങ്ങൾ: മുജാഹിദ് പക്ഷം മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയ പ്രാർത്ഥന ശിർക്കാണ്. സുന്നി പക്ഷത്തിന്റെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയാക്കൾ പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് അംബിയ ഔലിയ അവർ സൃഷ്ടാക്കളല്ല മറിച്ച് മഹാത്മാക്കളാണെന്ന വിശ്വാസത്തോടുകൂടി സഹായം ചോദിക്കൽ ശിർക്കല്ല. അതിന് നിർദ്ദേശിച്ച പ്രമാണങ്ങൾ: 1 ഖുർആന്, 2 സ്വഹീഹായ ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ്, 3 6 വീതം പണ്ഡിതന്മാർ, 50 വീതം ശ്രോതാക്കൾ, ഓരോ മധ്യസ്ഥന്മാർ, 5 വീതം വളണ്ടിയർമാർ. ഒരു വിഭാഗത്തിന്റെ 10 ചോദ്യങ്ങൾ, മറുവിഭാഗത്തിന് അതിന്റെ 10 ഉത്തരങ്ങൾ. അതുപോലെ തന്നെ മറുവിഭാഗം 10 ചോദ്യങ്ങൾ ചോദിക്കും, വിഭാഗം 10 ഉത്തരങ്ങൾ നൽകും.
അങ്ങനെ 10 വീതം ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 4 മിനിറ്റും ഉത്തരം 5 മിനിറ്റും. റെക്കോർഡിംഗ് മീഡിയ, വീഡിയോ റെക്കോർഡിങ്ങിനും ബൈലക്സിനും കൂടി 5 ആളുകൾ ഇരുവിഭാഗത്തിൽ നിന്നും. ആളുകൾ ശ്രദ്ധിക്കണം, റേഡിയോ റെക്കോർഡിംഗ് മീഡിയ എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിങ്ങിനും ബൈലക്സിനും കൂടി 5 ആളുകൾ ഇരുവിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കും. ഓഡിറ്റോറിയവും സൗണ്ട് സിസ്റ്റം, ഭക്ഷണം എന്നിവയും മറ്റ് അനുബന്ധ ചിലവുകളും ഇരുവിഭാഗത്തിന്റെയും യൂണിറ്റ് പ്രതിനിധികൾ തീരുമാനിച്ച് ഉറപ്പിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. 2 സെഷനുകളിലാക്കി 1-ാം സെഷന് ശേഷം നിസ്കാരം, ഭക്ഷണം എന്നിവയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ബ്രേക്ക് അനുവദിക്കാനും അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ സമയങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഓഡിയൻസിനെ ഇരുവിഭാഗവും നിയന്ത്രിക്കുക. ഇരുവിഭാഗം എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് ഇരുവിഭാഗത്തിൽ നിന്നും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ മാന്യമായ സഭ്യമായ രൂപത്തിലുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും ഇരുവിഭാഗത്തിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ അന്ന് 5 ആളുകൾ വീതം ഒപ്പിട്ടിട്ടുണ്ട്. SKSFന്റെ പക്ഷത്തു നിന്നും അതുപോലെ തന്നെ അഹ്ലെ ഹദീസ് പക്ഷത്തു നിന്നും 5 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അന്ന് ഒപ്പിട്ടുള്ളത് ഒന്ന് മധ്യസ്ഥൻ എന്ന നിലക്ക് ഞാൻ, മറ്റേത് MT അബൂബക്കർ ദാരിമി, മുഹമ്മദ് സലീം ഫൈസി, അബ്ദുൾ റഷീദ് സയദി, ഹാഷിർ ഹാമിദി. അവരുടെ ഭാഗത്തുനിന്ന് അബ്ദുസ്സലാം എന്നാൾ മധ്യസ്ഥനായിട്ടും, അമീർ പി നസീറുദ്ദീൻ റഹ്മാൻ, മൂസ, അതുപോലെ മുഹമ്മദ് ഇജാസ് തുടങ്ങിയ ആളുകളും അവരുടെ ഭാഗത്തു നിന്ന് ഒപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ പരസ്പരം ഒപ്പിട്ട് തീരുമാനിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ഒരു സംവാദം, ഇതിലൂടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി പരസ്പരമുള്ള ദുരാരോപണങ്ങളും ശിർക്ക്, കുഫർ തുടങ്ങിയ മാരകമായ ആരോപണങ്ങൾക്കും ഒരു അറുതി വരാൻ ലോകരക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇവിടെ വായിച്ച് കേൾപ്പിച്ചതുപോലെ തന്നെ അതിപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നാം ഇരുവിഭാഗവും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദും ഇസ്ലാം അതിഗുരുതരമായ പാപമായി പരിചയപ്പെടുത്തിയ ശിർക്കും, മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ചു പോയ ചില അബദ്ധങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തെറ്റിദ്ധാരണകൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നാം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും 2 മാസങ്ങൾക്ക് മുൻപ് 12/6/2013 ഇതേ മംഗലാപുരത്ത് മറ്റൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരുവിഭാഗം പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ചേർന്ന് തയ്യാറാക്കിയ സംവാദ വ്യവസ്ഥ ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ഇതിൽ മുജാഹിദ് പക്ഷത്തിന്റെ വാദമായി, ഒരു സംവാദം നടക്കുമ്പോൾ വാദവും വിഷയവും വളരെ പ്രധാനമാണല്ലോ. മുജാഹിദ് പക്ഷത്തിന്റെ വാദമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയാക്കളോട് പ്രാർത്ഥന ശിർക്കാണ്. സുന്നി പക്ഷത്തിന്റെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയാക്കളോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയാക്കളോട് അവർ സ്രഷ്ടാക്കളല്ല, മറിച്ച് മഹാത്മാക്കളാണെന്ന വിശ്വാസത്തോടു കൂടി സഹായം ചോദിക്കൽ ശിർക്കല്ല. ഇതാണ് ഇരുവിഭാഗവും രേഖപ്പെടുത്തിയിട്ടുള്ള വാദം. ഇത് ചർച്ച ചെയ്യാൻ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാഉ, ഖിയാസ്. 2 നിബന്ധന. 3ാമത്തെ നിബന്ധനയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 6 വീതം പണ്ഡിതന്മാർ ഇരുഭാഗത്തും, 50 വീതം ശ്രോതാക്കൾ, 1 വീതം മധ്യസ്ഥന്മാർ, 5 വീതം വളണ്ടിയേഴ്സ്. സ്ഥലം ഇപ്പോൾ നാം സംഘടിച്ചിട്ടുള്ള ഈ സ്ഥലം. തീയതിയും സമയവും ഇന്ന് ആഗസ്റ്റ് 20 ചൊവ്വ രാവിലെ 10 മണിക്കാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. സാങ്കേതിക തടസ്സം മൂലം നമ്മൾ സമയവേഷം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്വഭാവം: മധ്യസ്ഥന്മാർ കൂടി നറുക്ക് ഇടും. അങ്ങനെ നറുക്ക് ലഭിക്കുന്ന വിഭാഗം ആദ്യം വിഷയാവതരണം നടത്തും. തുടർന്ന് 2ാം വിഭാഗം 20 മിനിറ്റ് വീതം വിഷയാവതരണം നടത്തും.
ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് മറുവശം ചോദ്യം ചോദിക്കും. ചോദ്യത്തിന്റെ സമയം 4 മിനിറ്റാണ്. മറുവശം അതിന് ഉത്തരം പറയും. ഉത്തരത്തിന്റെ സമയം 5 മിനിറ്റ്. അങ്ങനെ 10 വീതം ചോദ്യങ്ങളും ഉത്തരങ്ങളും. തുടർന്ന് ആദ്യം ഉത്തരം പറഞ്ഞ വിഭാഗം മറുവിഭാഗത്തോട് ചോദ്യം ചോദിക്കും. ഇതേ കണ്ടീഷൻസ് വെച്ചിട്ട് റെക്കോർഡിംഗ്, വീഡിയോ റെക്കോർഡിങ്ങിനും ബൈലക്ഷനും കൂടി 5 വീതം ആളുകൾ ഇരുഭാഗത്തു നിന്നും. ഓഡിറ്റോറിയം, സൗണ്ട് സിസ്റ്റം, ഭക്ഷണം എന്നിവയും മറ്റു അനുബന്ധ ചിലവുകളും ഇരുവിഭാഗത്തിന്റെയും യൂണിറ്റ് പ്രതിനിധികൾ തീരുമാനിക്കും. 2 സെഷനുകളാക്കി 1-ാം സെഷന് ശേഷം നമസ്കാരം, ഭക്ഷണം എന്നിവയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ബ്രേക്ക്. ഓഡിയൻസിനെ ഇരുവിഭാഗം നിയന്ത്രിക്കുക. ഇത് ഓഡിയൻസിന്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഒരു വാഗ്വാദത്തിനോ സംഘടനത്തിനോ അല്ല. പ്രധാനമായ ഇസ്ലാമിന്റെ അതിപ്രധാനമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗത്തും ഇരിക്കുന്ന കേൾവിക്കാർ സത്യം ഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയായിരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗം പണ്ഡിതന്മാരും ഈ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയുള്ള കമന്റുകളോ നിർബന്ധമായും ഒഴിവാക്കിയേ തീരൂ. അത് ഇവിടുന്ന് മധ്യസ്ഥന്മാർക്ക് നിയന്ത്രിക്കുന്ന ഒരു ഗതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുതരരുത്. കാരണം നമ്മളിവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ്. ഒരു ഇസ്ലാമിക സദസ്സിനുണ്ടാവേണ്ട ചില മര്യാദകളുണ്ടല്ലോ, അത് പറഞ്ഞു തരേണ്ടതില്ല. അത് ഇരുവിഭാഗം ഓഡിയൻസും ശ്രദ്ധിക്കുക. അവനവനെ തന്നെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാതെ അവനവനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും. ഇവിടെ SKSF-ന്റെ പക്ഷത്തു നിന്നും അഹ്ലെ ഹദീസിന്റെ പക്ഷത്തു നിന്നും എഴുതി ഒപ്പിട്ട ആളുകളെ പേരുകൾ വായിച്ചു. SKSF നൌഷാദ്, MT അബൂബക്കർ ദാരിമി, മുഹമ്മദ് സലീം ഫൈസി ഇർഫാനി, അബ്ദുൾ റഷീദ് സഅദി, ഹാഷിർ ഹാമിദി. അഹ്ലെ ഹദീസ് പക്ഷം അബ്ദുൽ സലാം, അമീർ പി, നസീറുദ്ദീൻ റഹ്മാനി, മൂസ സ്വലാഹി, മുഹമ്മദ് ഇജാസ് തുടങ്ങിയ ആളുകളാണ് അന്ന് കൂടിയിരുന്ന് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ പറഞ്ഞ എല്ലാ നിയമങ്ങളും പരിപൂർണമായും പാലിച്ചുകൊണ്ട് ഈ ചർച്ച ഭംഗിയായി മുന്നോട്ട് പോകണം. അതിന് ഇരുവിഭാഗവും അകമഴിഞ്ഞ് സഹകരിക്കണം. ഇത് നമ്മൾ സത്യം അറിയുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി സംഘടിച്ച ഒരു സദസ്സാണിത്. ആ ഒരു മാനസികാവസ്ഥയോടെ കൂടി തന്നെയായിരിക്കണം ഇവിടെ ഇരിക്കേണ്ടതും ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതും. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനും സത്യം പറയുന്നവരെ സഹായിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നാം ഈ കൂടിയ ഈ കർമ്മം ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നറുക്കെടുപ്പിൽ ആദ്യം വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് മുജാഹിദ് പക്ഷത്തിനാണ്. അതിനുവേണ്ടി മുജാഹിദ് പക്ഷത്തിന്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. 20 മിനിറ്റാണ് സമയം, അത് ശ്രദ്ധിക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا إذا أرادوا فتنة آبينا.
സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതിനുശേഷം സിഡിയുടെയും മറ്റും കേൾക്കാനിരിക്കുന്നവരുമായ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാൻ ശ്രമിക്കണേ എന്ന് എല്ലാവരെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയാം വിധം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പാലിച്ച് അത് പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുവാനും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹുകളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം റഹ്മാനായ റബ്ബ് സാധുക്കളായ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ തൗഹീദും അതിന്റെ നേർ വിപരീതമായ ശിർക്കും എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് വേർതിരിയുന്നത് എന്ന് പരസ്പരം മാറ്റുരക്കാനുള്ള നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ആ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ഇൻസാവട്ടെ ജിന്നാവട്ടെ നാം അവരെ സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുവെങ്കിൽ, ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ നബി കൂടിയായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച ആദർശവും ആ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ഇസ്തിഗാസകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ തുടങ്ങിയ എല്ലാ ആരാധനാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബിനെ മാത്രം സമർപ്പിക്കുക എന്നതാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും സ്വീകരിച്ചതും പ്രചരിപ്പിച്ചതുമായ ആദർശം. പക്ഷേ മനുഷ്യകുലത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഏകദേശം ആ വഴിയിൽ നിന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തെറ്റിച്ചു കൊണ്ടുപോകുവാനും അങ്ങനെ റഹ്മാനായ റബ്ബല്ലാത്ത ആ റബ്ബിന്റെ സൃഷ്ടികളിലേക്ക് പ്രാർത്ഥനാ കരങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനും സമുദായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ശ്രമങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയിൽ ആരംഭിച്ച ആ ശിർക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട മക്കയിലും നമുക്കത് കാണാൻ കഴിഞ്ഞു. ശേഷവും അത് ആവർത്തിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചതാണല്ലോ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കില്ല, ഖിയാമത്ത് ഉണ്ടാവില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ മുശ്രിക്കീങ്ങളുടെ വഴിയിലേക്ക് ചേർന്നിട്ടല്ലാതെ. അതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്റെ ഉമ്മത്ത് മാറിയിട്ടല്ലാതെ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുസ്ലിക്കീങ്ങളുടെ വഴിയിലേക്ക് ചേർന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല എന്ന് കളവ് പറയാത്ത, തെറ്റുകൾ ചെയ്യാത്ത മഅ്സൂമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് ഈ രംഗത്ത് ഗുണപാഠമാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനേറെ ഇത്രയും കാലം ഇതുപോലുള്ള സംവാദങ്ങളും അതുപോലെ പരസ്പരമുള്ള ചർച്ചകളും മറുപടികളും ഖണ്ഡന പ്രഭാഷണങ്ങളുമെല്ലാം നടക്കുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കാമെന്ന് ആർക്ക് അഭിപ്രായമുള്ളത് എന്നൊക്കെ ന്യായം പറഞ്ഞ ആളുകൾ ഇവിടെ ഈ സംവാദത്തിലേക്ക് വ്യവസ്ഥ ചെയ്താമെന്നപ്പോൾ പച്ചയായി തന്നെ പ്രാർത്ഥന എന്ന പദത്തെ പോലും അവർ അംഗീകരിച്ച ദാരുണമായ രംഗമാണ്
കൊടിയ ശിർക്കിന് ന്യായം നൽകുന്ന പച്ചക്കൊടി കാണിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായത് എന്ന് പറയാതിരിക്കാനാവില്ല. നിങ്ങൾ വായിച്ചു കേട്ടു സംവാദ വ്യവസ്ഥ. അവിടെ വാദമായി രേഖപ്പെടുത്തിയത് എന്താ? മുജാഹിദുകൾ തങ്ങളുടെ വാദം എഴുതിയത് മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയായിനോട് പ്രാർത്ഥന ശിർക്കാണ്, അംബിയ ഔലിയായിനോട് പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ വാദം എഴുതുമ്പോൾ അതിൽ ഞങ്ങൾക്കും തർക്കമില്ല എന്ന് പറയേണ്ടതിന് പകരം ആ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് നാം ഇവിടെ കണ്ടത്. നഊദു ബില്ലാഹ്. മുസ്ലിം ഉമ്മത്ത് ഗൗരവമായി കാണേണ്ടതുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് സാധാരണക്കാരോട് പറയുന്നു. ആരാ വഹാബികളെ പ്രാർത്ഥിക്കുന്നു എന്ന് സാധാരണക്കാരോട് ചോദിക്കുന്നു. എല്ലാ സ്ഥലത്തും ആ നിലക്കുള്ള പ്രചാരണമുണ്ടാകുന്നു. ഇവിടെ പോലും മധ്യസ്ഥന്റെ പോലും വാക്കിൽ വന്നുവല്ലോ ശിർക്ക് ആരോപണം, കുഫർ ആരോപണം എന്ന് വന്നല്ലോ. ഇത് ആരോപണമല്ല എന്ന് ബോധ്യമാകാൻ ഈ വ്യവസ്ഥ മാത്രം മതി എന്നർത്ഥം. അംബിയായിനോട് ഔലിയായിനോട് പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ എഴുതിയപ്പോൾ എന്താ മറുപക്ഷം എഴുതിയത്? മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയാക്കൾ ഔലിയാക്കൾ പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എന്നാണ്. ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എന്തിനാണ് സഹോദര ഒരു മുസ്ലിമിന് സാധിക്കുമോ ആ വാദത്തെ ഖണ്ഡിക്കാൻ? പ്രാർത്ഥന ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിക്കുകയോ നഊദു ബില്ലാഹ് തൗബ ചെയ്യേണ്ട മഹാപാതകമാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് പിന്നീട് മറി അതെന്താ? മരിച്ചുപോയ മഹാത്മാക്കളോട് അഥവാ അംബിയ ഔലിയാക്കൾ അവർ സൃഷ്ടാക്കളല്ല മറിച്ച് മഹാത്മാക്കളാണ് എന്ന വിശ്വാസത്തോടു കൂടി സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന. എന്ത് വൈരുദ്ധ്യ ഇത്? പല നിലക്കും വൈരുദ്ധ്യമാണ്. അംബിയ ഔലിയാക്കന്മാർ മഹാത്മാക്കളാണെന്ന വിശ്വാസത്തോടു കൂടി അത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവര് മഹാത്മാക്കൾ തന്നെയാണ്. അതിരിക്കട്ടെ. ഏതായിരുന്നാലും സൃഷ്ടാക്കളല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ കുഴപ്പമില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും സഹായാർത്ഥന എന്ന് പറഞ്ഞാലും അവർ സൃഷ്ടാക്കളാണ് വിശ്വാസമുണ്ടോ എങ്കിലേ ശിർക്കാകൂ. ആ വിശ്വാസമില്ലേ എങ്കിൽ ശിർക്കാവില്ല എന്നാണല്ലോ എഴുതി വെച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് തൗഹീദെങ്കിൽ, ഇതാണ് ഇസ്ലാമെങ്കിൽ ഇവര് പറയുന്ന ഈ എസ്കേസ് വാദിക്കുന്ന ഈ വാദമാണ് ഇസ്ലാമിന്റെ വാദമെങ്കിൽ ലോകത്ത് മക്കയിലെ മുസ്ലിക്കുകളുടെ നേതാവായ അബൂജഹലിനടക്കം വേണമെങ്കിൽ കമ്മിറ്റിക്ക് എടുക്കാൻ വകുപ്പുണ്ടാകുമെന്നാ സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താ? അവരും വാദിച്ചിട്ടില്ലല്ലോ ലാത്ത ഖാലിഖാണ് എന്ന്, അവരും വാദിച്ചിട്ടില്ലല്ലോ ഉസ്സ ഖാലിഖാണ് എന്ന്, അവരും വാദിച്ചിട്ടില്ലല്ലോ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഖാലിഖീങ്ങളാണ് എന്ന്, അവരും വാദിച്ചിട്ടില്ലല്ലോ വിഗ്രഹങ്ങൾ ഖാലിഖീങ്ങളാണ് എന്ന്. മാത്രമല്ല അവരുള്ള ചോദ്യം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ വല ഇൻസഅൽതഹും എന്ന് തുടങ്ങുന്ന എത്രയെത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, അവരോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആകാശം പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത് എന്ന ചോദ്യം അവരിലേക്ക് വരുമ്പോൾ എന്താ മറുപടി? മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. മുശ്രിക്കീങ്ങളോട്, അബൂജഹലിനോട്, ഉത്തബത്തിനോട്, ശൈബത്തിനോട് റഹിമഹുല്ലാഹ് പറയേണ്ട കേട്ടോ മുസ്ലിയാക്കന്മാരെ, അവരോട് വല ഇൻ സഅൽതഹും അവരോട് നബിയെ താങ്കൾ ചോദിക്കുന്നുവെങ്കിൽ എന്ത്? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ഖാലിഖ്, ആരാണ് സമാവാത്തിന്റെയും അർദിന്റെയും ആകാശഭൂമികളുടെ ഖാലിഖാര് എന്ന് ചോദിച്ചാൽ അവിടെ മറുപടി ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് പറയുക തന്നെ ചെയ്യുമെന്നാണ്. എങ്കിൽ ഇവരെഴുതിയ വാദപ്രകാരം അവരുടേത് പിന്നെ എങ്ങനെ ശിർക്കായി മാറി? ഖാലിഖ് അല്ലാഹ്, അവർക്ക് തർക്കമില്ല എന്നല്ലേ ഇതുപോലെ ആയത്തുകൾ വ്യക്തമാക്കിയത്. ഖാലിഖ് മാത്രമല്ല വല ഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആരാണ് മഴ വർഷിപ്പിക്കുന്നത്, ആരാണ് ഭൂമിയെ സജീവമാക്കുന്നത് എന്ന ചോദ്യത്തിനും ലയഖൂലുന്നല്ലാഹ്, നിങ്ങൾ പറയുന്ന പോലെ മുഹീദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞിട്ടില്ല, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന് നിശ്ചയം അവർ പറയുക തന്നെ ചെയ്യുമെന്നാണ്. മാത്രവുമല്ല വീണ്ടും അല്ലാഹു തആല പറയുന്നു വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. സൂറത്തുൽ സുമറിലെ 38ാമത്തെ വചനം. ആകാശഭൂമിയുടെ ഖാലിഖ് അല്ലാഹുവാണെന്ന് സമ്മതിച്ചപ്പോൾ റബ്ബ് ചോദിക്കുന്നു എങ്കിൽ പിന്നെ ദുരിതമൊഴിവാക്കാൻ, നിഅ്മത്ത് നൽകാൻ, അനുഗ്രഹം ചെയ്യാൻ, നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ, നിങ്ങളെ സഹായിക്കാൻ ആ റഹ്മാന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കാകുമോ, ആരാധന്മാർക്കാകുമോ എന്ന റബ്ബിന്റെ ചോദ്യം. മാത്രവുമല്ല
അവരുടെ സൃഷ്ടാവും അള്ളാഹുവാണ് സമ്മതിച്ചുവെന്ന് ഖുർആൻ പഠിപ്പിച്ചത്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും വലഇൻ സഅൽതഹും റസൂലേ അവരോട് ചോദിച്ചാൽ മൻ ഖലഖഹും അവരെ ആരാണ് പടച്ചത് എന്ന, അബൂജഹലിനെ പടച്ചതാര്, അതേപോലെ അബൂലഹബിനെ പടച്ചതാര് എന്ന ചോദ്യത്തിനും ലയഖൂലുന്നല്ലാഹ് അല്ലാഹുവാണെന്ന അവിടെ മറുപടി. ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം എന്ന സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയും ചെയ്തു. അസീസും അലീമുമായ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പൊ റബ്ബിനെ അംഗീകരിച്ചു, അല്ലാഹുവിനെ അംഗീകരിച്ചു, അല്ലാഹ് അസീസാണെന്ന് അംഗീകരിച്ചു, അല്ലാഹ് അലീമാണെന്ന് അംഗീകരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം സൂറത്ത് സുഖ്റുഫിൽ തന്നെ ഫഅന്നഹാ യുഫകൂൻ, പിന്നെങ്ങനെയാ തെറ്റിപ്പോയത്? അപ്പൊ ഖാലിഖിനെ അംഗീകരിച്ചാൽ തെറ്റൂല എന്നല്ല, ഖാലിഖിനെ അംഗീകരിച്ചിട്ട് തന്നെയാണ് അവർ തെറ്റിപ്പോയത് എന്നർത്ഥം. എവിടെയാ തെറ്റിയത്? അതും ഖുർആൻ പരിചയപ്പെടുത്തി. ദുആയിൽ തെറ്റി, പ്രാർത്ഥനയിൽ തെറ്റി, ഇസ്തിഗാസയിൽ തെറ്റി. അതല്ലേ ഖുർആൻ പറഞ്ഞത്? വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസിൻ ലഹുദ്ദീൻ. കപ്പലിൽ കയറി തിരമാലകൾ പർവ്വത സമാനമായി വരുമ്പോൾ, മുങ്ങി നശിക്കാൻ പോകുന്നുവെന്ന് ബോധ്യമാകുമ്പോൾ അവിടെ വിളി, അവിടെ പ്രാർത്ഥന, അവിടെ ഇസ്തിഗാസ. ദഅവുല്ലാഹ്, അവർ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. എങ്ങനെ? മുഖ്ലിസീന, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കരായിക്കൊണ്ട്, 100% റഹ്മാനായ റബ്ബിന് നിഷ്കളങ്കമായി കീഴ്പ്പെട്ടുകൊണ്ട് അവർ ദുആ ചെയ്യുന്നു. പിന്നെയോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അല്ലാഹു തആല അവരെ രക്ഷിച്ചു കഴിഞ്ഞാലോ അവിടെയാണ് അവർ ശിർക്ക് സംഭവിച്ചത്, അവിടെയാണ് തെറ്റിപ്പോയത് എന്നല്ലേ ഖുർആൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഈ എഴുതിയ വ്യവസ്ഥ പ്രകാരം, അഥവാ ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ ശിർക്കാവില്ല എന്ന ഈ വാദപ്രകാരം, ഈ വ്യവസ്ഥ പ്രകാരം അബൂജഹലും അബൂലഹബിനെയും വെള്ള പൂശുകയാണ് യഥാർത്ഥത്തിൽ ഈ സമസ്തക്കാർ ചെയ്യുന്നത്, ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ വല്ലാത്ത വേദനയുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിക്കണമെന്നേ സൂചിപ്പിക്കാനുള്ളൂ. സംവാദമാവട്ടെ അല്ലാതിരിക്കട്ടെ, പരലോകത്തിന്റെ വിഷയമാണല്ലോ, മരിച്ചു പോകേണ്ട കാര്യമാണല്ലോ, അത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. പക്ഷേ ആ മുസ്ലിക്കീങ്ങൾ പിന്നെങ്ങനെ ശിർക്കിൽ അകപ്പെട്ടു? ആ മുസ്ലിങ്ങൾ പിന്നെങ്ങനെ ശിർക്ക് ചെയ്തു? അവർ റഹ്മാനായ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥന നടത്തി, സഹായാത്ര നടത്തി. എങ്ങനെ? അവർ ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. റാസിഖാണെന്ന വിശ്വാസമാണോ? ഒരിക്കലുമല്ല. മുഹയ്യാണ്, മുമീത്താണ്, മുദബ്ബിറാണ്, മുജീറാണ് എന്ന വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെന്തേ ഇലാഹെന്ന് പറഞ്ഞു? ഇലാഹെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവരതിന് ഇലാഹെന്ന് വിളിച്ചു? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഉദാഹരണമായി തഫ്സീർ അബൂ സഊദിൽ കാണാം, വതസ്മിയതു മാ യഅബുദുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി അൻദാദാ. അവര് ഈ മുശ്രിക്കീങ്ങൾ ആരാധിച്ചവർക്ക് അന്താദ് എന്ന് പറഞ്ഞല്ലോ, പങ്കാളികൾ എന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ട്? അവര് أنه ما زعموا أنها تماثله تعالى في صفاته ولا أنها تخالفه في أفعاله. അല്ലാഹുവിന്റെ സിഫത്തുകളോ അല്ലാഹുവിന്റെ അഫ്ആലുകളോ ഇവർക്കുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല, പക്ഷെ ദുആ അവർക്ക് സമർപ്പിച്ചു, പ്രാർത്ഥന സമർപ്പിച്ചു. അതുകൊണ്ട് അവർ നിദ്ദിന്റെ സ്ഥാനത്തായി, നിദ്ദിനെ സങ്കല്പിച്ചവരുടെ സ്ഥാനത്തായി എന്ന് തഫ്സീർ അബൂ സഊദിലും സമാനമായി തഫ്സീർ റാസിയിലും തഫ്സീർ ബൈദാവിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഒരു കാലത്ത് ഇവിടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നില്ല എന്ന. അൽ ഖൗലു സദീദിൽ റഷീദുദ്ദീൻ മൂസ എഴുതിയെന്താ? അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല, വിശ്വസിക്കാത്തൊരു മുസ്ലിമുമില്ല. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ, ഇതാ ചില മുസ്ലിമീങ്ങൾ നിങ്ങൾ പലയിടത്തും വിട്ടിരിക്കുന്നു, അവർ ഇത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നു, അത് എഴുതിയിരിക്കുന്നു, അതിനുവേണ്ടി സംവാദം നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം തന്നെ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇതിനെ 133-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചത് എന്താ? ഒന്നുകൂടെ വായിക്കാം. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. ഒരു മുസ്ലിമും പറയില്ല പ്രാർത്ഥിക്കാമെന്ന്, പ്രാർത്ഥിച്ചുവെന്ന് ഒരു മുസ്ലിമും പറയില്ല എന്ന് സമസ്തയുടെ കഴിഞ്ഞകാല നേതാവ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചെങ്കിൽ, ആ സമസ്തയുടെ ബാങ്കിൽ തന്നെ വന്ന ആളുകൾ ഇപ്പൊ പറയുന്നു പ്രാർത്ഥന ശിർക്കാണെന്ന വാദത്തെ ഞങ്ങൾ ഖണ്ഡിക്കുന്നു, അതിനെ ഖണ്ഡിക്കുന്നു. എന്തു പറ്റി മുസ്ലിയാക്കന്മാരെ? അതുകൊണ്ട് കുറച്ചു കാലമായി നിങ്ങൾ സമുദായത്തെ ശിർക്കിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അമ്പിയാനോട് പ്രാർത്ഥിക്കാൻ, ഔലിയാനോട് പ്രാർത്ഥിക്കാൻ, മലക്കിനോട്
പ്രാർത്ഥിക്കാൻ, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ എല്ലാം നിങ്ങൾ മാലപ്പാട്ടിലൂടെ, മൗലിദ് കിതാബിലൂടെ, റാത്തീബിലൂടെ, കുതുബിയത്തിലൂടെ, നാരിയാസ്ലാത്തിലൂടെ എല്ലാം കൊടിയ ശിർക്ക് നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശിർക്കൻ വരികള്, ഈ ശിർക്കൻ ഏർപ്പാടുകള് മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പ്രഖ്യാപിക്കണം മുസ്ലിമീങ്ങൾ, ഹസ്ബിയല്ലാ, എനിക്കല്ലാഹു മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ലാഹു മതി, വനിഅ്മൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹുവാണ് എന്ന് ഈ ഉമ്മത്ത് പ്രഖ്യാപിക്കട്ടെ. അതല്ലേ പ്രവാചകന്റെ പ്രഖ്യാപനം, അതല്ലേ സ്വഹാബത്തിന്റെ പ്രഖ്യാപനം, അതല്ലേ ഔലിയാഇന്റെ പ്രഖ്യാപനം, അതല്ലേ മുഅ്മിനീങ്ങളുടെ പ്രഖ്യാപനം, അതല്ലേ അല്ലാഹു പഠിപ്പിച്ചത്. ഖുൽ ഹസ്ബിയല്ലാ, പറയൂ നബിയേ, ഹസ്ബിയല്ലാ, എനിക്കല്ലാഹു മതി, എനിക്ക് മങ്കൂസ് മൗലിദ് വേണ്ട, എനിക്ക് മാല മൗലിദ് വേണ്ട, എനിക്ക് നാരിയാസ്ലാത്ത് വേണ്ട, എനിക്ക് കുതുബിയത്ത് വേണ്ട, അത്തരം ശിർക്കിന്റെ ഒരു വരിയും എനിക്ക് ആവശ്യമില്ല, എനിക്ക് റബ്ബ് മതി, ഹസ്ബിയല്ലാ, എനിക്കല്ലാഹു മതി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന ആ പ്രഖ്യാപനം ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാനാവണം. അതുകൊണ്ട് ഒരു നബിയോടും തേടല്ല, ഒരു വലിയനോടും തേടല്ല, ഒരു ജിന്നിനോടും തേടല്ല, ഒരു മലക്കിനോടും തേടല്ല, എല്ലാം കൊടിയ ശിർക്കാണ്, എല്ലാം കൊടിയ ശിർക്കാണ്. അതുകൊണ്ട് ആ ശിർക്കിന്റെ വഴിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു വരട്ടെ, അല്ലാഹുവിന്റെ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, തൗഹീദിന്റെ മാർഗത്തിലേക്ക്, സലഫുകളുടെ വഴിയിലേക്ക്, അതേ സലഫിയത്തിലേക്ക്. അതാണ് ആവശ്യം. അതുകൊണ്ട് അതിന് ഈ സമുദായത്തിന് ഉള്ളൊരു വഴി കാണിച്ചു കൊടുക്കാൻ ഈ സംവാദം ഉപകരിക്കണം. ഇനി എന്റെ മറുഭാഗത്തുള്ള ആളുകൾക്ക് രണ്ടു ബാധ്യതയുണ്ട്. ഒന്ന്, ഇത് ശിർക്കാണെന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എന്നാണോ എഴുതിയത്, അതവർ ഖണ്ഡിക്കണം. പ്രാർത്ഥന ശിർക്കാണ് എന്നതിനെ അവർ ഖണ്ഡിക്കണം. പ്രാർത്ഥന ശിർക്കല്ല എന്ന് അവർ സ്ഥാപിക്കണം. ഒപ്പം ആ പ്രാർത്ഥനയെ അവർ കൊണ്ടുവന്ന ഓമന പേരിൽ ഇസ്തിഗാസ എന്ന് പരിചയപ്പെടുത്തിയ ആ ഇസ്തിഗാസയെ അവർ സ്ഥാപിക്കുകയും വേണം. ഈ രണ്ട് ബാധ്യതയും അവർക്കുണ്ട്. ശേഷം വരുന്ന വിഷയാവതത്തിൽ അത് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംവാദം ഇപ്പോൾ കേൾക്കുന്നവരും ഇനി ഭാവിയിൽ കേൾക്കുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ റബ്ബ് മതി.